പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആറ്റുകാലില് ആരതി എന്ന യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഗാർഹിക പീഡനം തന്നെയാണ് ഇവിടെയും വില്ലനായി വന്നിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റുകാൽ സ്വദേശിയായ യുവാവും വർക്കല സ്വദേശിയായ ആരതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആരതിന്റെ ലൈഫ് വളരെയധികം എനിക്ക് എന്താ പറയുക, ഭയങ്കര പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി. ബിക്കോസ് ഞാനും 27 വയസ്സുള്ള യുവതിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഈ ടൈം പീരീഡിൽ ഒരാൾ ആത്മഹത്യ എന്ന് പറയുമ്പോഴത്തേക്കും, അതും ഭർത്താവിൻ്റെ നല്ല ക്രൂര പീഡനമാണ് ആരതിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. തികച്ചും എനിക്ക് വളരെയധികം എന്താ പറയുക, വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ. വിവാഹശേഷം ഇരുവരും തമ്മിൽ എപ്പോഴും വീട്ടിൽ വഴക്കുകൾ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ വഴക്ക് അവസാനം ആരതിയുടെ ജീവൻ തന്നെ എടുത്തിട്ടുണ്ട്. യുവാവ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ യുവാവിന്റെ പേര് അതുൽ എന്നാണ് കേട്ടോ. ഇവൻ ആറ്റുകാൽ സ്വദേശിയാണ്. ഈ അതുല് കാരണം 2 പെൺകുട്ടികളുടെ ജീവിതമാണ് തുറന്നിട്ടുള്ളത്. ഇവൻ ആദ്യം കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു, പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവന് വേറൊരു പെൺകുട്ടിയായിട്ട് അഫെയർ ആയി. അതുകൊണ്ട് ഇവൻ എന്താക്കി, ഈ നൈസായിട്ട് ഈ പെൺകുട്ടിയെ അങ്ങ് ഒഴിവാക്കി. ആ വിഷമത്തിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തിന്? ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം ഈ കാമുകിയായിട്ടുള്ള റിലേഷൻ അങ്ങ് തുടർന്നു കൊണ്ട് പോകുമ്പോൾ ഇവന്റെ വീട്ടുകാർ പറഞ്ഞു, അത് വേണ്ട, നമുക്കൊരു പേർഷ്യക്കാരൻ വരുന്നുണ്ട്, ഗൾഫുകാരന്റെ മകളുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ ചെക്കനെ പിടിച്ച് ഈ ആരതിന് കെട്ടിച്ചു കൊടുത്തത്. ഈ ഒരു കല്യാണം നടക്കുന്നതിന് മുന്നേ നമ്മൾ നാട്ടിനടുത്ത് എന്താ പോയിട്ട് അന്വേഷിക്കും, ചെക്കന്റെ വീട്ടുകാരൊക്കെ എങ്ങനെയാണ്, ചെക്കൻ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കും. ഈ പൊട്ടന്മാരൊന്നും അന്വേഷിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ബാങ്ക് മാനേജർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കല്യാണം കഴിക്കുന്നത്. പക്ഷെ അവൻ ബാങ്ക് മാനേജർ ഒന്നുമല്ല, അവനൊരു പ്രൈവറ്റ് ഫേമിലെ എന്താ പറയാ, ഈ പൈസ കളക്ട് ചെയ്യുന്ന ഒരാളില്ലേ, അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇവൻ. അല്ലാണ്ട് ഇവൻ ബാങ്ക് മാനേജർ ഒന്നും അല്ല. ഈ വീട്ടുകാരൊന്നും അന്വേഷിക്കാണ്ടാണ് ഈ കുട്ടീനെ പിടിച്ചവനെ കെട്ടിച്ചു കൊടുത്തത്. കല്യാണത്തിന് മുന്നേ ആരതിക്ക് ഒരേ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ, മദ്യം. അത് കഴിക്കരുത്, അത് അവൾക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മുടെ അതുലേട്ടൻ ഒരു വാക്കും കൊടുത്തു, ഇല്ല കഴിക്കില്ല, മദ്യം ഇതുവരെ കഴിച്ചിട്ടില്ല, ഇനി കഴിക്കൂല. എന്നിട്ടാണ് കല്യാണം കഴിഞ്ഞ നാള് മുതൽ ഇവൻ മദ്യത്തിന് അടിമയായിട്ട് ആ പെൺകുട്ടീനെ ഇട്ട് ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. വേറൊരു കാര്യം കേട്ടിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് കേട്ടോ. ഈ കുട്ടി അവനെ ആക്രമിക്കുന്ന സമയത്തൊക്കെ ഈ പാടുകളും മറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ കുട്ടീൻ്റെ അമ്മയ്ക്ക് ഇവളെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്, നീ കുറച്ചൊക്കെ ക്ഷമിച്ച് നിൽക്ക്, നാട്ടു നടപ്പാണല്ലോ. എന്തുണ്ടായാലും പെൺകുട്ടികൾക്ക് എന്തെങ്കിലും കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലും, അവിടുത്തെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അമ്മമാരെന്താ പറയാ, നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, നീ ഒരു പെണ്ണല്ലേ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മുടെ വീട്ടിലെ അവസ്ഥ നോക്ക്, നിന്നെ കല്യാണം കഴിച്ച് വിട്ടതിന്റെ ബാധ്യത നമ്മൾക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇത് മിക്ക വീടുകളിലും നടക്കുന്ന കാര്യങ്ങളാട്ടോ. ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടീനെ ഒന്ന് എന്താ പറയാ, ആരതിനെയും കൂട്ടിയപ്പോ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളായിരിക്കും. ചിലപ്പോ അവൻ അതിനെക്കാട്ടും വയലൻസ് ആവുമായിരിക്കും കേട്ടോ, അറിയത്തില്ല. ഒന്ന് കംപ്ലൈന്റ് ചെയ്താൽ ചിലപ്പോ പോലീസുകാർ ഒന്ന് തിരട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ നന്നായേനെ. അല്ലെങ്കിൽ ആരതിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വിളിച്ച് അവനോട് 2 സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ തീർന്നേനെ. ഇതിപ്പോ ആരും ചോദിക്കാനും പറയാനും ഇല്ല. എടുത്തിട്ട് പെരുമാറിയ കുട്ടീനെ ചങ്ങായി. ഈ ആരതിയും അതുലും തമ്മിൽ രാവിലെ തൊട്ട് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം അങ്ങനെ നീണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആരതി പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ റൂമിൽ കയറി വാതിലടച്ചു. സ്വാഭാവികമായിട്ടും ചില മനുഷ്യന്മാർ എന്തെങ്കിലും പേടിച്ചിട്ട് അയ്യോ വാതിൽ തുറക്കുക എന്നൊക്കെ പറയും, ഇല്ലേ? ഇവൻ മദ്യത്തിലായിരിക്കും, ഇവന്റെ റിലേ പോയിട്ടുണ്ടായിരിക്കാം, ഇവൻ അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 മണിക്കൂറിന് ശേഷം അതുലിന്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കുന്നു. ഫ്രണ്ടും വൈഫുമായിട്ട് വരുന്നു. അങ്ങനെയാണ് ഇവർ കാണുന്നത് ആരതി മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. പോലീസിൽ നിന്നാണ് ആരതിയുടെ വീട്ടുകാരിലേക്ക് വിവരം പോകുന്നത്. ഒന്ന് അവളെ റൂമിലേക്ക് കയറിയപ്പോ തന്നെ ഒന്ന് വന്ന് അതെന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരതി ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ ആ ഒരു നിമിഷം എന്താ പറയാ, ആരും ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ അവൾക്ക് ജീവിക്കേണ്ടെന്ന് തോന്നിപ്പോയിട്ടുണ്ടാവും ആ കുട്ടിക്ക്. അതുകൊണ്ടായിരിക്കും ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ജീവൻ തന്ന രക്ഷിതാക്കളില്ല. അവരെടുത്ത് കാര്യം പറയുമ്പോഴത്തേക്ക് അവരെന്താ പറയുന്നത്, നീ സഹിക്കണം, നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ ഒരു മൂലയ്ക്ക് ഇരുത്തും. പിന്നെ കല്യാണം കഴിച്ച ഈ ചങ്ങായി, ഇവനാണ് എനക്കാട്ട് അബദ്ധം. ഇവൻ കാരണമാണ് ഈ കുട്ടിക്ക് ഇത്രയും മെന്റലി പ്രഷർ വരുന്നത്. ആരതിക്കാണെങ്കിൽ ഡയറി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ ആരതി അനുഭവിച്ച എല്ലാ ക്രൂരതകളും പുള്ളിക്കാരത്തി എഴുതിയിട്ടുണ്ട്.
ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ഇവന് പറ്റില്ലെങ്കിൽ ഇവൻ എന്തിനാ കല്യാണം കഴിക്കുന്നത്? പഴയ കാമുകിയുടെ പേരും പറഞ്ഞിട്ടായിരുന്നു മർദ്ദനം. അവന് വേണ്ടെങ്കിൽ അവൻ ഉപേക്ഷിച്ച് പോവുക. അല്ലാണ്ട് വെറുതെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ട് അടിക്കാനുള്ള ഒരു ഉപകരണമല്ല പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം. മീൻസ് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരം, കൊല്ലം ആ സൈഡിലേക്കുള്ള ആൾക്കാർക്ക് കുറച്ച് സ്വർണത്തോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ഒരു രീതിയാണ്. അവിടെ കല്യാണത്തിനൊക്കെ സമയത്ത് ചില ആൾക്കാർ ചോദിക്കും പെണ്ണിന് എന്ത് കൊടുക്കും, അങ്ങനെയാണ് ചോദിക്കുന്നത്. അതായത് സ്വർണം എത്ര കൊടുക്കും, സ്വത്ത് എത്ര കൊടുക്കും, വണ്ടി ഉണ്ടോ? അവിടെ വണ്ടിയൊന്നും ഇല്ലാത്തൊരു കളിയില്ല. കല്യാണമാണെങ്കിലോ 50 പവൻ 100 പവൻ സ്വർണം, അതനുസരിച്ച് വണ്ടി. എടാ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള വീട്ടുകാരായിരിക്കും, എന്നാൽ അവർ പോലും ലോണും അതും ഇതും എടുത്തിട്ട് അതൊക്കെ നടത്തി കൊടുക്കുക. കാരണം നാട്ടുകാരെന്ത് വിചാരിക്കും, അതാണല്ലോ നാട്ടു നടപ്പെന്ന് വിചാരിച്ച് ലോണൊക്കെ എടുത്ത് ഓരോ വീട്ടുകാർ എന്താ പറയുക കെട്ടിച്ചു വിടും. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ആരതീനെ 50 പവൻ കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ആ കല്യാണത്തിന് ശേഷം അവരുടെ അച്ഛന് 20 ലക്ഷം രൂപയുടെ കടമുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത് എന്താ, നീ വന്നിട്ടുണ്ടെങ്കിൽ കടം പോലും തീർന്നിട്ടില്ല, അവളാണോ കട അടയ്ക്കുന്നത്, കടം പോലും തീർന്നിട്ടില്ല, നീ ഒന്ന് കുറച്ച് സഹിച്ച് നിൽക്ക്. ഇപ്പൊ നമ്മുടെ കോടതിയുടെ ഒരു ഉത്തരവുണ്ട്, പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്വർണം അത് അവരുടെ സ്വത്താണ്, അവർക്കാണ് അവകാശപ്പെട്ടത്. പക്ഷെ ഇവിടെ ആരതിക്ക് നേരെ തിരിച്ചായിരുന്നു. ആ സ്വർണമൊക്കെ അവൻ ആരുടെയൊക്കെയോ പേരിൽ പണയം വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 10 ലക്ഷത്തിന്റെ ഒരു എർട്ടിക കാറ് അത് വാങ്ങി, ഒക്കെ ഈ പണം കൊണ്ട് തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവന് മതിയായില്ല. എന്നിട്ടും ആ കുട്ടിനോട് അവൻ ക്രൂരമായിട്ട് അവനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. ജന്മം തന്ന അച്ഛനും അമ്മയും ഇല്ല, ആരുമില്ല, കൈയൊഴിഞ്ഞ അവസ്ഥയിൽ ആരതിക്ക് അവസാനം മരണം മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും അപ്പൊ അവ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആരതി ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ മരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം ആരതിന്റെ പാരൻസ് തന്നെയാണ്. അവരെന്തിനാ അവളെ പിന്നെ അവിടെ നിർത്തിയത്? എനിക്ക് പെൺകുട്ടികളുടെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പറ്റുന്നില്ലെങ്കിൽ ഇട്ടേച്ചങ്ങ് പോരണം. നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ. പറ്റില്ലെങ്കിൽ വേണ്ട, നോ, എനിക്ക് താല്പര്യമില്ല, എന്നെ വിട്ടേക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുക. വീട്ടുകാർ ഇറക്കി വിടുകയാണെങ്കിൽ ഇറക്കി വിടട്ടെ. നമുക്ക് അവർ പഠിപ്പ് തന്നിട്ടുണ്ടല്ലോ, പഠിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോ എങ്ങനെയൊക്കെ ജീവിക്കാം. ഈ കഷ്ടപ്പെട്ട് കണ്ടവന്മാരുടെ അടിയും തൊഴിയും പിടിച്ച് ജീവിക്കുന്നതിനാ? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോരുക എന്നെ ചെയ്യണം. ഇനി ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും നാളെയും വരും ആരെങ്കിലും ഒരാൾ. ആർക്കെങ്കിലും ഒരാൾക്ക് ഇനിയും ഇങ്ങനത്തെ ഗതികൾ വരും. വിസ്മയ്ക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഇനി വേറെ ആർക്കും ഇങ്ങനെ വരരുതേ എന്ന്. എന്നിട്ടോ എത്ര പേര്, വിസ്മയ, ആരതി, ആതിര, ഉത്തര, ഇങ്ങനെ എത്രയോ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. എന്ത് സന്തോഷത്തോടെയാണ് അവൾ ആ പുതുജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്നിട്ടും ഇങ്ങനത്തെ ഒരു ക്രൂരത അവളോട് ചെയ്യാൻ അവനെ എങ്ങനെ പറ്റി? നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്? വായും കൊണ്ട് പറഞ്ഞു നിർത്തൂടെ? നിനക്ക് വേണ്ടെങ്കിൽ നീ ഉപേക്ഷിക്കണമായിരുന്നു, അവളെ വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. നിനക്ക് മറ്റേ കാമുകിയാണ് വലുതെങ്കിൽ അവളുടെ അടുത്ത് പറയണം എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു. അല്ലാണ്ട് കൊല്ലാനിട്ട് കൊടുക്കണമായിരുന്നു. ഒരു കാര്യമില്ലാന്ന് അറിയാം, എന്നാലും ഇനിയൊരാൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാണ്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ആരതിനെ പോലെ തന്നെ ഒരു യുവതിയാണ് ഞാൻ. എനിക്കും ആരതിക്കും ഒരേ വയസ്സാണ്. എൻ്റെ ആരതിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.